Hello everyone, welcome back to Learn with Now. Next revision test ലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മൾ യൂഷ്വലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഏതൊക്കെ ഇപ്പൊ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ്സുകൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസുകൾ കുറച്ച് ഇക്വേഷൻസുകൾ എന്തൊക്കെയാന്ന് നോക്കാം. സം ഓഫ് ദി ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. If x1 is the first term and xn is the nth term of an arithmetic sequence, then the sum of first n terms is given by x1 plus xn into n by 2. Now the second point is, knowing the sum of first n natural numbers and algebraic form of a sequence, we can calculate the sum of terms of the sequence. Okay. Now the third one is, summation can be done by pairing of terms from both the ends. So these are the 3 points now today we are considering. നമുക്ക് first question ലേക്ക് പോവാം. So the first question, the sum of first two terms of an arithmetic sequence is 13. ആദ്യത്തെ രണ്ട് ടേംസുകളുടെ സം 13 എന്ന് തന്നിട്ടുണ്ട്. The sum of first three terms is 27. First sub question, what is the third term of this sequence? So third term of the sequence കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് മൂന്ന് ടേംസിന്റെ സം അറിയാം. അതിൽ നിന്ന് രണ്ട് ടേംസിന്റെ സം സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് third term കിട്ടും. That is equal to 14. Now the second sub question is, if the common difference of the sequence is 5, then what is its first term? So നമുക്ക് x1 നെ എങ്ങനെ എഴുതാം? x3 മൈനസ് 2d. ഈ റിലേഷൻ നമ്മൾ ഫസ്റ്റ് റിവിഷൻ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഈ ചാപ്റ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോഴും ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു, നമുക്ക് x3യുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. ദിസ് ഇസ് 14 മൈനസ് 2. നമുക്ക് കോമൺ ഡിഫറൻസ് എത്രയാ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 5. ഫ്രം ദിസ് വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് ഈക്വൽ ടു 4. നൗ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ്, 10th term of an arithmetic sequence is 36. Okay, so x10 is 36. First sub question, what is the sum of first term and 19th term? So we have to find x1 plus x19. Okay, this is same as 2 into x10. Okay, this is equal to, ഇതെങ്ങനെയാണ് കിട്ടിയത്? നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ റിവിഷൻ ടെസ്റ്റിൽ നമ്മൾ ഇതിന്റെ ഫാക്ട് പഠിച്ചായിരുന്നു. So this is 2 into x10 നമുക്ക് ഓൾറെഡി അറിയാം 36, which is equal to എത്ര വരും? 72. Okay. Now the second sub question is, calculate the sum of first 19 terms of this sequence. അപ്പൊ നമുക്ക് ഫസ്റ്റ് 19 ടേംസിന്റെ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്, ഈ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞ പോയിന്റിൽ വെച്ചിട്ട് x1 plus xn into n by 2 ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചായിരുന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റ് 19 ടേംസിന്റെ സം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫോർമുല എഴുതുക. ദാറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് അറിയാവുന്ന ടേംസുകളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ ഇതിപ്പോ കാൽക്കുലേറ്റ് ചെയ്ത് ഓൾറെഡി. x1 plus x19 that is equal to 72 into 19 by 2. This will be equal to 684. Now the third question is, first term of an arithmetic sequence is 17. So we have x1 is equal to 17. The alternate terms of this sequence are 17, then 27, 37, etc. So the first sub question is, what is the common difference? We have x1 is equal to 17 and x3 is equal to 27. Okay, now 2d is equal to 27 minus 17, which implies d is equal to 5. ഈ റിലേഷൻ നമുക്ക് എങ്ങനെയാ കിട്ടിയത്? ഫസ്റ്റ് ടേമിൽ നിന്ന് തേർഡ് ടേമിലേക്ക് എത്ര വന്നിട്ടുണ്ടെങ്കിൽ 2 times കോമൺ ഡിഫറൻസ് ചെയ്യണം. അത് വെച്ചിട്ട് ഫ്രം ദാറ്റ് വി ഫൈൻഡ് കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 5. Second sub question is, write the algebraic form of this sequence. Okay, so we know the relation xn is equal to dn plus f minus d, 5n plus 17 minus 5. This will be equal to 5n plus 12. Now the third sub question is, which is the term just below 100?
സോ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ആ ഓൾജിബ്രിക് ഫോം എടുക്കുക. ജസ്റ്റ് ബിലോ 100ലുള്ള ടേം ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. നമ്മൾ കഴിഞ്ഞ തവണയും ഇതേ ഫോമിലുള്ള ഒരെണ്ണം ചെയ്തായിരുന്നു. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5n less than 88 എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് n എന്ന് പറയുന്നത് 17 എന്ന് വരും. ഓക്കെ, സോ 17th ടേം ആയിരിക്കും 100ന് ബിലോ ആയിട്ടുള്ള ടേം. അത് ഏത് ടേം ആണ്? x17. x17 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 5 into 17 plus 12 which is equal to 97. So this is the term which is below 100 and this is the position of the term. Fourth sub question is how many terms are there below 100? So നമ്മളോട് third sub question ആയിട്ട് ചോദിച്ചത് which is the term just below 100 എന്നാ ചോദിച്ചത് അല്ലേ. ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എത്ര ടേംസ് ആണ് 100ന് താഴെ ഉണ്ടാവുക. എത്ര ടേംസ് ആയിരിക്കും ഉണ്ടാവുക? there are 17 terms below 100ല് ഉണ്ടാവുക. Okay, now the fifth sub question, calculate the sum of all terms below 100 in this sequence. Okay, നമ്മള് below 100ല് 17 terms ഉണ്ടെന്ന് പറഞ്ഞു. അതില് ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് 97 എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ അതിന്റെ സം കാൽക്കുലേറ്റ് ചെയ്യാണ്. ദാറ്റ് ഇസ് x1 പ്ലസ് x17. നമുക്ക് 17 ടേംസുകളാണ് ഉള്ളത്. അതുകൊണ്ടാണ് എന്നിന് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്നിന്റെ പകരം 17 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് 17/2 വിച്ച് ഇസ് ഈക്വൽ ടു 17 പ്ലസ് നമുക്ക് x1 അറിയാം. x17 നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു ഇൻ ദ തേർഡ് സബ് ക്വസ്റ്റ്യൻ 97 which is equal to into 17/2. This is equal to നമുക്ക് എത്ര ആയിരിക്കും കിട്ടുക? 969. Now the fourth question is 1, 3, 5, 7, etc. is a sequence of odd numbers. So we have the first sub question. Write the algebraic form of this sequence. We have the first term f is equal to 1. Then the common difference is equal to 2. നമുക്ക് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമിലേക്കോ തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേമിലേക്കോ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. Then by using the relation xn is equal to dn plus f minus d, we get xn is equal to 2n minus 1. This is the algebraic form of the given sequence. Now the second sub question is write the first term, sum of first two terms, sum of first three terms and so on as a sequence. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം ആദ്യം എഴുതുക. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് ഫസ്റ്റ് ടു ടേം, അതായത് 1 plus 3. പിന്നെ സം ഓഫ് ഫസ്റ്റ് ത്രീ ടേംസ്, അതായത് 9, then 16 എക്സെട്ര. ഒരു സീക്വൻസ് ആയിട്ട് എഴുതാൻ പറഞ്ഞു. ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, now the third sub question is what is the sum of first 20 terms of this sequence? 220 square. This is equal to 400. Now the fourth sub question is how many terms of this sequence from the beginning make the sum 2500? അതായത് n square എടുക്കുക, 2500 ആയിരിക്കണം. ഓക്കെ, ഫ്രം ദ ബിഗിനിങ് എത്ര ടേംസുകൾ ഈ സീക്വൻസിൽ നിന്ന് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2500 കിട്ടും. അതായത് നമ്മൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത ആ സീക്വൻസ് ഇല്ലേ 1, 4, 9, 16 എക്സെട്ര. ഈ സീക്വൻസിൽ 2500 എപ്പോഴാണ് ഒക്കർ ചെയ്യുക? എത്ര ടേംസുകൾ ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഒക്കർ ചെയ്യുക? എങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കുക? എൻ സ്ക്വയറിന്റെ ഫോമിലല്ലേ ഇതെല്ലാം കിടക്കുന്നത്. സോ ദിസ് ഇസ് n square is equal to 2500 എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. ഫ്രം ദിസ് വി ഗെറ്റ് n is equal to 50. സോ 50 ടേംസുകൾ ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് 2500 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടുക. Now the fifth sub question is can the sum of any 25 terms, ആ സീക്വൻസിലെ നമ്മൾ ഈ തന്നിരിക്കുന്ന സീക്വൻസിലെ ഏതെങ്കിലും ഒരു 25 ടേംസിന്റെ സമ്മ് ഓക്കെ നീഡ് നോട്ട് ബി കോൺസിക്യൂട്ടീവ് ഓഫ് ദ സീക്വൻസ്. അത് തൊട്ടടുത്ത നമ്പേഴ്സുകൾ തമ്മിലായിരിക്കണമെന്നില്ല. ഏതെങ്കിലും 25 ടേംസുകൾ ഈ ഒരു സീക്വൻസിൽ നിന്ന് എടുത്തിട്ട് അവരുടെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2020 എന്ന് പറയുന്ന 2020 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടുമോ എന്നാ ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ എല്ലാ ടേംസുകളും ഓഡ് നമ്പേഴ്സ് ആണ്. ഓൾ ടേംസ് ആർ ഓഡ് നമ്പേഴ്സ്. സോ സം ഓഫ് 25 ടേംസ് ഓഫ് ദി സീക്വൻസ് നെവർ ബിക്കം 2020 which is an even number. ഇത് ഈവൻ നമ്പർ ആയതുകൊണ്ട് ഒരിക്കലും ഏതെങ്കിലും ഒരു 25 ടേംസിന്റെ സമ്മ് 2020 ആവില്ല. Fifth question is algebraic form of an arithmetic sequence is 3n plus 4. First sub question,
വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 8th ടേം ആൻഡ് 18th ടേം ഓഫ് ദിസ് സീക്വൻസ്? നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എന്തൊക്കെ കിട്ടും? ഈ ഒരു ഓൾജിബ്രിക് ഫോമിൽ നിന്ന് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണെന്നറിയാം. ഓക്കെ, നൗ 18th ടേമും 8th ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതായത് നമുക്ക് x8ൽ നിന്ന് x18ൽ എത്താനായിട്ട് 10 ടൈംസ് കോമൺ ഡിഫറൻസ് മൾട്ടിപ്ലൈ ചെയ്യണം. സോ അവരുടെ ഡിഫറൻസ് എന്തായിരിക്കും? 10 ടൈംസ് കോമൺ ഡിഫറൻസ്, വിച്ച് ഇസ് ഈക്വൽ ടു 10 into 3, that is equal to 30. Now the second sub question is, what should be added to the 18th term to get 20th term? 18th termil നിന്ന് 20th termലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ 2 ടൈംസ് കോമൺ ഡിഫറൻസ് ചെയ്താലേ എത്തുള്ളൂ, അല്ലേ? സോ ദാറ്റ് മീൻസ് 18th ടേമിന് കൂടെ 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് 20th ടേം കിട്ടുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 6. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്താണ് 18th ടേമിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്? 6. Now the 6th question is, the sum of first 10 counting numbers is 55. So first sub question, find the sum of first terms of the sequence whose algebraic form is 3n plus 15. 3n plus 15 algebraic form ഉള്ള ഒരു സീക്വൻസിന്റെ ഫസ്റ്റ് 10 ടേംസിന്റെ സം കണ്ടുപിടിക്കാം. അപ്പൊ അതിന് നമ്മൾ ഫസ്റ്റ് x1 എന്താന്ന് ചെയ്യാം? x1 എന്താണ്? 3 into 1 plus 15. Then x2 എന്തായിരിക്കും? നമുക്ക് കിട്ടുക 3 into 2 plus 15, അല്ലെ? Then x3 എന്തായിരിക്കും കിട്ടുക? 3 into 3 plus 15. അങ്ങനെ മുന്നോട്ട് പോകും, അല്ലെ? അപ്പൊ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ, അതായത് x1 plus x2 plus x3 plus etc plus x10, അതാണല്ലോ നമുക്ക് വേണ്ടത്. സോ sum of first 10 terms of this above sequence എങ്ങനെയാ കണ്ടുപിടിക്കാം? 3 into, ഇവിടെ നിന്ന് 3 കോമൺ ആയിട്ട് എല്ലാത്തിൽ നിന്ന് എടുക്കുക, ബാക്കി റിമൈനിങ് വരുന്നത് 1 plus 2 plus then ഈ 3 plus etc എവിടെ വരെ പോവും? 10 ടേംസ് വരെ പോവും. പ്ലസ് 10 പ്ലസ് ബാക്കി റിമൈനിങ് ഉള്ളത് എന്താണ്? ഈ 15 എന്ന് പറയുന്നത്. ഈ 15 എത്ര പ്രാവശ്യം ആഡ് ചെയ്യും? നമുക്ക് എത്ര ടേംസിന്റെ സമ്മാണ് വേണ്ടത്? 10 ടേംസിന്റെ സം. അപ്പൊ 10 into 15. Therefore സം എന്ന് പറയുന്നത് 3 into, നമുക്കറിയാം 1 plus 2 plus 3 plus etc plus 10. ഫസ്റ്റ് 10 കൗണ്ടിങ് നമ്പേഴ്സിന്റെ സമ്മ് നമുക്ക് 55 ആണ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ദിസ് പ്ലസ് 15 into 10 is 150. This is equal to 315 ആണ് sum of the first 10 terms of this given sequence. Now the third sub question is, can the sum of terms of this sequence 440? അപ്പോ നമുക്ക് ആ ഒരു ഓൾജിബ്രിക് ഫോമിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് എന്ത്? ഈ തന്നിരിക്കുന്ന ടേംസുകൾ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. ഓക്കെ, that is all terms are multiples of 3. So sum of the multiples of 3 will always be a multiple of 3, അല്ലെ? ഒരു സീക്വൻസ് നമ്മൾ എടുത്തു, ആ സീക്വൻസിലെ എല്ലാ ടേംസുകളും മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ അതിന്റെ സം എടുത്താലും അവരും മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കും. സോ 440 എന്ന് പറയുന്നത് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. ഇറ്റ്സ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. That means 440 cannot be the sum of some terms of this sequence. Now the 7th question. Consider the sequence of numbers which gives the remainder 3 on dividing by 5. So 3, then 8, 13, 18, etc. അങ്ങനെ വരും. അപ്പോൾ first sub question. What is the first term of this sequence? 3. Okay, ഇതെങ്ങനെ കിട്ടിയത്? ഈ എല്ലാ ടേംസുകളും 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 3 ആയിട്ട് കിട്ടണം. നമുക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാം. Now the second sub question is, how many 2-digit terms are there in this sequence? നമുക്ക് ഇതിന് ഓൾറെഡി അറിയാം, ഇത് രണ്ടും ഒഴികെ ബാക്കിയെല്ലാം ഇനി അങ്ങോട്ട് പോകുന്നതൊക്കെ 2 ഡിജിറ്റ് ആയിരിക്കും. ചിലപ്പോൾ അതിൽ കൂടാനേ ഉള്ളൂ, അല്ലെ? അപ്പൊ നമുക്കറിയാം ദ ഫസ്റ്റ് 2-digit ടേം എന്ന് പറയുന്നത് 13 ആണ്. പിന്നെ ലാസ്റ്റ് 2-digit ടേം എന്ന് പറയുന്നത് 98 ആണ്. നമ്മുടെ ലാസ്റ്റ് 2-digit ടേം വിച്ച് ഈസ് ഗിവിംഗ് റിമൈൻഡർ 3 on divided by 5.
അതിനകത്ത് നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ, ഏതൊക്കെയാണെന്നല്ല, ഹൗ മെനി 2 ഡിജിറ്റ് ടേംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആകെ 2 1 ഡിജിറ്റ് ടേംസുകളേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഓൾജിബ്രിക് ഫോം എഴുതുമ്പോൾ xn is equal to 5n minus 2 എന്നാവും. അത് ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഇത് കിട്ടും. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, ഫ്രം ദിസ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് എത്രാമത്തെ ടേം ആണ് 98 എന്ന് നോക്കുക. ഓക്കെ, എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ദിസ് 5n minus 2 is equal to 98 എന്ന് കൊടുക്കുക. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് n-ന്റെ വാല്യൂ എന്തെന്ന് കിട്ടും? 20 എന്ന് കിട്ടും. n is equal to 20. അതായത് 98 എന്ന് പറയുന്ന ടേം 20th പൊസിഷനിലായിരിക്കും നിൽക്കുക. അപ്പൊ നമ്മൾ ആദ്യത്തെ ആ 2 ഡിജിറ്റ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ആ ഒരു 3ഉം 8ഉം അത് മാത്രം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എത്ര ഉണ്ടാവും? അപ്പൊ 18 ടേംസുകളായിരിക്കും എന്തായിട്ട് വരിക? 2 ഡിജിറ്റ് ആയിട്ട് ഉണ്ടാവുക. മനസ്സിലായോ? ഓക്കെ, ഇത് മാത്രമല്ലേ ഉള്ളൂ ആകെ 2 ഡിജിറ്റ് 1 ഡിജിറ്റിൽ നിൽക്കുന്നത്. ബാക്കിയെല്ലാം പിന്നെ അങ്ങോട്ട് 2 ഡിജിറ്റ് ആണ്. അപ്പൊ ഏറ്റവും ലാസ്റ്റത്തെ ഏതാണ്? 98 2 ഡിജിറ്റ്. പിന്നെ ചിലപ്പോൾ ഇനി 3 ഡിജിറ്റ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ 98ന്റെ പൊസിഷൻ നോക്കുക. അതിൽ നിന്ന് 2 എണ്ണം കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ടേംസ് ഉണ്ടോ അതെല്ലാം 2 ഡിജിറ്റ് ആയിരിക്കും. ഓക്കെ, നൗ ദ തേർഡ് സബ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ 2 ഡിജിറ്റ് ടേംസ് ഓഫ് ദിസ് സീക്വൻസ്? ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സം ആണ്. നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് 2 ഡിജിറ്റുകൾ നമ്മൾ എടുത്ത് കളഞ്ഞു, കാരണം അവരെല്ലാവരും 1 ഡിജിറ്റ് ടേം ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആരുടെ സം ആണ്? 2 ഡിജിറ്റ് ടേംസുകളുടെ സം. സോ x32 x20 ഇൻറ്റു എത്ര ടേംസുകളുണ്ട്? 18 ഡിവൈഡഡ് ബൈ 2. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് x3 നമുക്കറിയാം എത്രയാണ്? x3 13, x20 എന്ന് പറയുന്നത് 98. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സം 999. Now the last question, the sum of first 9 terms of an arithmetic sequence is 45. അപ്പൊ നമുക്ക് sum of first 9 terms 45 തന്നിട്ടുണ്ട്. The sum of first 18 terms is 171. First sub question, what is the sum of its 10th to 18th term? Sum to 18ൽ നിന്ന് 9 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഡിഫറൻസ് കിട്ടും. ദാറ്റ് ഇസ് 171 മൈനസ് 45 വിച്ച് ഇസ് ഈക്വൽ ടു 126. ഇതാണ് നമ്മുടെ സം ഫ്രം 10th to 18th ടേം. ഇത്ര 18 ഉണ്ട്, 18 ടേംസുകളുണ്ട്. ഇതിൽ നിന്ന് 9 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 10 to 18th ടേം വരെയുണ്ട്. ഓക്കെ, നൗ ദ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഈസ് ഇറ്റ്സ് 5th ടേം? സോ കൺസിഡറിംഗ് ദ ടേം ഫ്രം 1 to 9th, ഇറ്റ്സ് മിഡിൽ ടേം ഇസ് 5th. ഓക്കെ, അതായത് 1 to 9 ടേംസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? 5th ടേം ആയിരിക്കും. ദാറ്റ് ഇസ് x5 എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി 9 ടേംസ് വരെയുള്ള സം ഉണ്ട്. അതിൽ നിന്ന് 9 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ we get the 5th term as 5. Third sub question is what is its 14th term? Since the sum of 10th to 18th term, 10th to 18th ടേമിന്റെ സം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് എത്രയായിരുന്നു കിട്ടിയത്? ദാറ്റ് ഇസ് 126. അപ്പൊ 14th ടേം എന്തായിരിക്കും? ഇവരുടെ 14th ടേം ആണ് ഇവിടെ മിഡിൽ ടേം ആയിട്ട് വരിക. സോ x14 എന്ന് പറയുന്നത് 126 divided by 9. This is equal to 14. Now the last sub question in this last question, find the sum of 5th to 14th term. So sum നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. 5th ടേം നമുക്കറിയാം, 14th ടേം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇൻറ്റു എത്ര ടേംസുകളുണ്ട് ഇവര്? 10 divided by 2. This is equal to 19 into 5 is equal to 95. Okay, so ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഈ ഒരു സെക്ഷനിൽ ഇത്രയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എടുത്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നോട് കമന്റ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. എല്ലാ ക്വസ്റ്റ്യൻസിനും ഓരോ ഓപ്ഷൻസിനും ഓരോ സബ് ക്വസ്റ്റ്യൻസും നമുക്ക് ഓരോ മാർക്ക് വീതമാണ്. ഇപ്പൊ 4 സബ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് അതിൽ 4 മാർക്ക് സ്കോർ ചെയ്യാം. 6 എണ്ണം ആണെങ്കിൽ 6 മാർക്ക് അതിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, സോ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.